കാര്യം കുറേ നാളായി ഞാൻ ഈ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടെങ്കിലും ആദ്യമായിട്ടാണ് കെട്ടിയവൻ്റെ വായിന്ന് അടിപൊളി എന്ന് കേൾക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായി ബ്രൗണി. മധുരം ഇഷ്ടമില്ലാത്ത ആൾ ഇത് കഴിച്ച് മത്ത് പിടിച്ച് നടക്കുമായിരുന്നു. പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. പിന്നെ എൻ്റെ പ്ലേസ് വരുന്നത് കോട്ടയം കുടമാളൂരാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൗണി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ നമ്പർ പിൻ ചെയ്തേക്കാം, ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതിയേ. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ആദ്യമേ നമ്മളൊരു 400 ഗ്രാമിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് 200 ഗ്രാം നേരെ പകുതി മാത്രം എടുക്കുക, ഒരു ബൗളിലോട്ട് ഇടുക. 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക. എന്നിട്ട് ഞാൻ ഡബിൾ ബോയിൽ അല്ലാണ്ട് തുടങ്ങണം. ഈ ബട്ടർ നേരത്തെ എടുത്ത് തണുപ്പൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് വെക്കണേ. എന്നിട്ട് ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഗനാഷ് റെഡിയാവും. ഇനി ഞാനൊരു 8 ഇഞ്ചിൻ്റെ നമ്മുടെ സ്ക്വയർ ടിന്നുണ്ടല്ലോ, കേക്ക് ടിന്ന്, ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറും കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടോട്ടൽ 1 കപ്പ് ഫ്ലോർ ആണ് വേണ്ടത്, 250 ml കപ്പിൽ. അതിലേക്ക് ഒരു 1/4 കപ്പ് ആദ്യമേ കൊക്കോ പൗഡർ ഇടുക. പിന്നെ ബാക്കി ഫില്ല് ചെയ്ത് മൈദ എടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ 3 തവണ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് മിക്സും ചെയ്യുക. പിന്നെ ഒരു വെള്ളം ഒന്നും ഇല്ലാത്തൊരു പാത്രം എടുക്കുക. അതിലേക്ക് 3 മുട്ട, 1 അടപ്പ് വാനില എസൻസ്, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചത്, അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദ ഉണ്ടല്ലോ, മൈദയുടെയും കൊക്കോ പൗഡറിൻ്റെയും മിക്സ് അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചറവറാന്ന് മിക്സ് ചെയ്യരുത്, പതുക്കെ നല്ല മയത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ആദ്യമേ കേക്കിനിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പീസസ്. പിന്നെ ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് ബാക്കി ഡാർക്ക് കോമ്പൗണ്ട് മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 30 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബ്രൗണി റെഡി.